രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ തെളിഞ്ഞത് രാഷ്ട്രീയ ഗണിതം കൂടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും നരേന്ദ്രമോദി സർക്കാരിനെയും പ്രത്യക്ഷത്തിൽ കടന്നാക്രമിച്ചായിരുന്നു ബജറ്റ് പ്രസംഗം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണങ്ങി നിന്ന സർക്കാർ ജീവനക്കാരെ ചേർത്തു പിടിച്ചും ആശാ വർക്കർമാർക്കടക്കം താഴെ തട്ടിലുള്ളവരെ പിന്താങ്ങിയുമായിരുന്നു ഈ ബജറ്റ്. കേരള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിന്റെ ഉൾച്ചൂടറിയുന്ന ഘട്ടത്തിൽ ബജറ്റിലുള്ളതും ഇലക്ഷൻ സ്ട്രാറ്റജി. ബജറ്റ് പ്രസംഗം KN ബാലഗോപാൽ തുടങ്ങിയത് തന്നെ ജമാഅത്തെ ഇസ്ലാമെ ഉന്നമിട്ടുള്ള വിഷസർപ്പം പരാമർശത്തോടെയാണ്. പെട്ടെന്ന് പരാജയം സംബന്ധിച്ച് പിൻവാങ്ങുന്നവരല്ല മതരാഷ്ട്രവാദം ചുറ്റുന്ന വിഷസർപ്പങ്ങളെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേരള ജനതയെ വർഗീയമായി വിഭജിച്ചും ധ്രുവീകരിച്ചും കീഴ്പ്പെടുത്താൻ പുതിയ തന്ത്രങ്ങളുമായി അവർ സജീവമായിരിക്കുന്നു എന്നത് കാണണം. മതമാണ് 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 പ്രശ്നമെന്ന് 3 വട്ടം ഊന്നിപ്പറഞ്ഞ KM ഷാജിക്ക് 1980കളിലെ DYFI മുദ്രാവാക്യം ഉയർത്തിയുള്ള മറുപടി. മതമാണ് 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 പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് പ്രസംഗത്തിൽ ഉടനീളം നിശിതമായി വിമർശിച്ചു. കേരളത്തെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുകയാണ്. കടമെടുപ്പ് പരിധി കുറച്ചു, വിഹിതങ്ങൾ വെട്ടി. ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മോദി സർക്കാർ GST നിരക്ക് വെട്ടിക്കുറച്ചത് കേരളത്തെ ബാധിച്ചെന്നും ബാലഗോപാൽ വിമർശിച്ചു. ഇന്ത്യയിൽ വോട്ട് ജോലി മാത്രമല്ല നോട്ട് ജോലി നടക്കുകയാണ്. നോട്ട് ജോലി നടക്കുന്നു എന്നതിന് തെളിവ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ തന്നെ ഹാജരാക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ശുപാർശയിൽ ഇല്ലാതിരുന്നിട്ടും VS അച്യുതാനന്ദന് കേന്ദ്ര സർക്കാർ പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ VS സെന്റർ സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. VSന്റെ ഐതിഹാസികമായ പോരാട്ടങ്ങളും ജീവിതവും അടയാളപ്പെടുത്താനും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനും കഴിയുന്ന ഒരു കേന്ദ്രം VS സെന്റർ തിരുവനന്തപുരത്ത് സ്ഥാപിക്കും. അതിനായി 20 കോടി രൂപ. SIR ന്യൂനപക്ഷങ്ങളെ അടക്കം ആശങ്കയിലാക്കിയിരിക്കെ തലമുറകളായി കേരളത്തിൽ ജീവിക്കുന്നവരുടെ ആകുലത പരിഹരിക്കാൻ എല്ലാവർക്കും നേറ്റിവിറ്റി കാർഡ് നൽകും. ഗിഗ് തൊഴിലാളികളടക്കം അസംഘടിത വിഭാഗങ്ങളെയും ആശാ അങ്കണവാടി ജീവനക്കാരെയും ചേർത്തു പിടിക്കുന്നതാണ് ബജറ്റ്. ഏറെക്കാലമായി ഇടഞ്ഞു നിൽക്കുന്ന സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ഉള്ളം കൈയിലെടുക്കാനുള്ള പ്രഖ്യാപനങ്ങൾക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.